ജമ്മു കശ്മീരിലെ റംബാനിൽ മേഘവിസ്ഫോടനത്തിൽ 11 പേർ മരിച്ചു. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തിൽ മരണം 6 ആയി. കാണാതായ 11 പേർക്കായി തിരച്ചിൽ തുടരുന്നു. മഴക്കെടുതി രൂക്ഷമായ ജമ്മു കശ്മീർ നാളെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശിക്കും. വിനിത വിജി ഡൽഹിയിൽ ചെയ്തു. വിനിത, എല്ലാവരുടെയും ഈ പറയുന്ന തെരച്ചിൽ രക്ഷാദൌത്യങ്ങൾ തുടരുകയാണോ? ദുരിതക്കയത്തിലാണോ ഉത്തരേന്ത്യ? വിവരങ്ങൾ. തീർച്ചയായും സുഹേൽ, ഏതാണ്ട് 4 ദിവസമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ 2 ഇടങ്ങളിലാണ് ഒരു റംബാനിൽ മേഘവിസ്ഫോടനം, ഒപ്പം തന്നെ റിയാസിയിൽ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. ഇരു മേഖലകളിൽ നിന്നുമായി 11 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങളൊക്കെ ഒലിച്ചുപോയൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ റിയാസിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരു കുടുംബത്തിലെ 5 കുട്ടികളടക്കം 7 പേരാണ് മരിച്ചത്. ഒപ്പം തന്നെ റംബാനിൽ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ മേഘവിസ്ഫോടനം ഉണ്ടാവുന്നത്. അവിടെ 4 മരണവും സംഭവിച്ചിട്ടുണ്ട്. കാണാതായവർക്കായിട്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഹിമാചലിലും പഞ്ചാബിലും അടക്കം മഴക്കെടുതി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. സുഹേൽ, വിനീതയാണ് വിവരങ്ങൾ നൽകിയത്. മഴക്കെടുതി രൂക്ഷമായ ഉത്തരേന്ത്യയിൽ രക്ഷാപ്രവർത്തനവും തുടരുകയാണ്.